കടങ്ങോട് മേഖലയിൽ സിപിഎം ബിജെപി സംഘർഷം. ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ്. കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി 14-ന് ജില്ലയിൽ നാഷണൽ ഫിഷർമാൻ പാർലമെന്റിൽ പങ്കെടുക്കാനെത്തുന്ന രാഹുൽ ഗാന്ധിയെ വരവേൽക്കാനൊരുങ്ങി നാട്ടിക. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ചെറുഭരണിക്ക് കൊടികയറി. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് കുതിരവേല ആവേശമായി. ഓട്ടോ ടാക്സിയിൽ നിന്ന് തെറിച്ചു വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന UKG വിദ്യാർത്ഥി മരിച്ചു. പുത്തൻപീടിക സ്വദേശി ഷിബിയുടെ മകൻ ധനുഷാണ് മരിച്ചത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. കടങ്ങോട് മേഖലയിൽ സിപിഎം ബിജെപി സംഘർഷം. സിപിഎം പ്രവർത്തകർക്ക് വെട്ടേറ്റു. ഇരുവിഭാഗക്കാരും നടത്തിയ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. മാരകായുധങ്ങൾ ഉപയോഗിച്ച് ബിജെപി പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ സിപിഎം പ്രവർത്തകരായ കടങ്ങോട് സ്വാമിപ്പടി മുള്ളത്തുപറമ്പിൽ സത്യൻ, രാധാസദനത്തിൽ പ്രജോദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. സത്യന് കാലിലും പ്രജോദിന്റെ തലയിലുമാണ് വെട്ടേറ്റത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിപിഎം പ്രവർത്തകരുടെ ആക്രമണത്തിൽ ബിജെപി പ്രവർത്തകനായ കടങ്ങോട് തെക്കുമുറി മുല്ലപ്പള്ളിയിൽ തലപ്പള്ളി വീട്ടിൽ അഭിനാഷിനാണ് പരിക്കേറ്റത്. മർദ്ദനമേറ്റ അഭിനാഷിനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാത്രിയിലാണ് ആദ്യം സംഘർഷമുണ്ടായത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി റോഡിൽ എഴുതുന്നതിനെ തുടർന്നുള്ള തർക്കമാണ് സംഘട്ടനത്തിൽ കലാശിച്ചത്. തിങ്കളാഴ്ച രാവിലെയും ഇരുവിഭാഗങ്ങളും തമ്മിൽ സംഘട്ടനമുണ്ടായി. ഇതിനിടയിൽ സംഘം ചേർന്നെത്തിയ ബിജെപി പ്രവർത്തകർ സ്വാമിപ്പടി സെന്ററിലുള്ള സിപിഎം ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഫ്ലക്സും തല്ലി തകർത്തു. സിപിഎം പ്രവർത്തകൻ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയുടെ ചില്ലും ബിജെപി പ്രവർത്തകർ അടിച്ചു തകർത്തതായി പരാതിയുണ്ട്. എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥ്, സബ് ഇൻസ്പെക്ടർ റിൻസൺ തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘർഷ മേഖലയിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. കുന്നംകുളം അസിസ്റ്റന്റ് കമ്മീഷണർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അക്രമം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. അഖിലേന്ത്യാ ഫിഷർമാൻ പാർലമെന്റിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി SBG ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തൃപ്ര TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ അവലോകന യോഗം ചേർന്നു. അഡീഷണൽ IG വിമൽ പവാറിന്റെ നേതൃത്വത്തിൽ യശ്പാൽ സിംഗ്, പ്രദീപ് പാണ്ഡെ എന്നിവർ ഉൾപ്പെട്ട SBG ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ അഖിലേന്ത്യാ ഫിഷർമാൻ പാർലമെന്റ് നടക്കുന്നത്. ബുധനാഴ്ച രാവിലെ ആരംഭിക്കുന്ന ഫിഷർമാൻ പാർലമെന്റ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ ചെയർമാൻ TN പ്രതാപനാണ് നയിക്കുക. വ്യാഴാഴ്ച പുലർച്ചെയോടെ രാഹുൽ ഗാന്ധി തൃശൂർ രാമനിലയത്തിൽ എത്തിച്ചേരും. തുടർന്ന് രാവിലെ 10 മണിക്ക് അദ്ദേഹം റോഡ് മാർഗം TSGA ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തും. വേദി അടക്കമുള്ള സ്റ്റേഡിയത്തിന്റെ ക്രമീകരണങ്ങൾ SPG അഡീഷണൽ IG വിമൽ പവാർ വിലയിരുത്തി. റൂറൽ SP വിജയകുമാരൻ, DVSP PC ഹരിദാസ്, വലപ്പാട് SHO മുഹമ്മദ്, K ദിലീപ് കുമാർ, അനിൽ പുളിക്കൽ, അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉൾപ്പെടെയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. സ്റ്റേഡിയത്തിന് പുറത്ത് സന്ദർശകരെ ഒഴിവാക്കും. സമ്മേളനത്തിന് ശേഷം നാട്ടിക ഫിഷേഴ്സ് സ്കൂൾ ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിൽ നിന്ന് രാഹുൽ ഗാന്ധി കണ്ണൂരിലേക്ക് യാത്ര തിരിക്കും. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ചെറുഭരണിക്ക് കൊടികയറി. ചരിത്രപ്രസിദ്ധമായ മീനഭരണി ആഘോഷത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ചടങ്ങാണ് ചെറുഭരണി എന്ന കുംഭഭരണി കൊടിയേറ്റ്. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ ഉണ്ണിച്ചക്കനും അനന്തരാവകാശിയും ദേവിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് പ്രധാന ചടങ്ങ്. വലിയ തമ്പുരാൻ സമ്മാനിച്ച പവിഴമാല ധരിച്ച മലയൻ തട്ടാൻ ഉണ്ണിച്ചക്കനും സംഘവും രാവിലെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രാങ്കണത്തിലെത്തി. ഇതേസമയം ഭക്തജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രദക്ഷിണ വഴിയൊഴിഞ്ഞ് കാത്തുനിൽപ്പുണ്ടായിരുന്നു. 3 വട്ടം ക്ഷേത്രത്തെ വലം വെച്ച ശേഷം വടക്കേനടയിലെ കോഴിക്കല്ലിൽ പട്ടും താലിയും സമർപ്പിച്ച് ഉണ്ണിച്ചക്കൻ ദേവിയെ തൊഴുതതോടെ ക്ഷേത്രാങ്കണത്തിൽ വേണാടൻ കൊടിയുയർന്നു. മീനമാസത്തിലെ തിരുവോണം നാളിൽ കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടക്കുന്നതോടെ ഭരണി ആഘോഷത്തിന് തുടക്കമാകും. അശ്വതി നാളിലെ സവിശേഷമായ തൃച്ചന്ദന ചാർത്ത് പൂജയും കാവ് തീണ്ടലുമാണ് ഭരണിയാഘോഷത്തിലെ പ്രധാന ചടങ്ങുകൾ. ഭരണി നാളിൽ വെന്നിക്കൊടി നാട്ടി ദേവിക്ക് വരിയരി പായസം നിവേദിക്കുന്നതോടെ മീനഭരണിയാഘോഷം സമാപിക്കും. കാളിദാരിക യുദ്ധമാണ് ഭരണിയാഘോഷത്തിന് നിദാനമെന്നാണ് വിശ്വാസം. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 100 കണക്കിന് കോമരങ്ങളും 10,000 ഭക്തരും ഭരണിയാഘോഷത്തിൽ പങ്കെടുക്കാനെത്തും. TCV, കൊടുങ്ങല്ലൂർ. പ്രശസ്തമായ വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് വേലയ്ക്ക് മുന്നോടിയായി കുതിരവരവ് ആരംഭിച്ചു. വേലൂർ ദേശം കുതിരയ്ക്ക് തല കൊളുത്തിയതോടെയാണ് കുതിരവേലയ്ക്ക് ആരംഭമായത്. ഭരണിവേലയായ തിങ്കളാഴ്ച വിശേഷാൽ പൂജകളും നടക്കൽ പറയും നടന്നു. അശ്വതി വേലയിൽ കാവ് കയറിയ വേലൂർ ദേശക്കുതിരയെയും അയ്യപ്പൻകാവ് കുതിരയെയും മണിമലർക്കാവ് ക്ഷേത്ര കുതിരയെയും ആചാരപ്രകാരം ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് ആനയിച്ചു.
തുടർന്ന് ദേശകുതിരകളും വിവിധ സമുദായ കുതിരകളും കുട്ടിക്കുതിരകളും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് വരവാരംഭിച്ചു. സന്ധ്യയ്ക്ക് വേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിതാലത്തിന് തിരികൊളുത്തി. തുടർന്ന് ഭക്തർ ദേവിക്ക് അരിപ്പറ സമർപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ നടക്കുന്ന കാർത്തിക വേലയിൽ മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ഭഗവതിക്ക് ഉപചാരം ചൊല്ലി കുതിരകൾ ദേശങ്ങളിലേക്ക് മടങ്ങുന്നതോടെ ഈ വർഷത്തെ കുതിരവേലയ്ക്ക് സമാപനമാകും. വേലൂർ മണിമലർക്കാവ് ക്ഷേത്രത്തിലെ കുതിരവേലയുടെ പ്രധാന ആകർഷണമാണ് തിരിക്കുതിരകൾ. തച്ചുശാസ്ത്ര വൈദഗ്ധ്യവും സൗന്ദര്യ സുഹൃതങ്ങളും ഒത്തുചേർന്ന കുതിരകൾ ശില്പഭംഗിയിലും വർണ്ണക്കാഴ്ചകളിലും വേറിട്ട് നിൽക്കുന്നവയാണ്. ആയിരങ്ങൾ സാക്ഷിയാകുന്ന കുതിരവേലയ്ക്ക് വിവിധതരം കുതിരകളെയാണ് അണിനിരത്തുന്നത്. ഭഗവതി കുതിരകളും പെട്ടിക്കുതിരകളും തിരിക്കുതിരകളുമായി വിവിധ ദേശക്കാർ കുതിരവേലയ്ക്ക് എത്തുന്നതോടെയാണ് ക്ഷേത്രാങ്കണം ഉത്സവലഹരിയിലാകുന്നത്. ഇതിലെ പ്രധാന ആകർഷണമായ തിരിക്കുതിരകളുമായി വേലയിൽ പങ്കെടുക്കുന്നത് വെങ്ങിലശ്ശേരി അമ്പലക്കുതിരയും വേലൂർ ദേശക്കുതിരയുമാണ്. അച്ചുതണ്ടിൽ തിരിയുന്ന ഘടനയുള്ള കുതിരകളെ അന്നത്തെ കഴിവ് തെളിയിച്ച തച്ചന്മാരാണ് രൂപകൽപ്പന നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നും വേലയ്ക്ക് കുതിരയെ നിർമ്മിക്കുന്നതിൽ ദേശത്തെ തച്ചന്മാർക്ക് മുഖ്യ പങ്കാണുള്ളത്. 30 അടിയിലധികം നീളമുള്ള 3 തേക്കിൻ തണ്ടിൽ 11 അടി ചതുര പലകയിലാണ് കുതിരയുടെ അച്ചുതണ്ട്. അതിൽ 4 മരചക്രങ്ങളിലാണ് കുതിര കറങ്ങുന്നത്. തണ്ടുകളിൽ 4 അടിയോളം ഉയരത്തിലുള്ള തടികളിലാണ് കുതിരയും 5 പടയാളികളും പാലാഴി മദനം, നൃത്തം ചെയ്യുന്ന നർത്തകിമാർ, പല്ലക്കിൽ സഞ്ചരിക്കുന്ന റാണി, പുഷ്പങ്ങൾ എന്നിവയാൽ അലങ്കൃതമായ ചുറ്റുഗോപുരം എന്നിവ തീർത്തിരിക്കുന്നത്. കിടക്കുന്ന രൂപത്തിലുള്ള കുതിരയെ എഴുന്നള്ളിപ്പിന്റെ സമയങ്ങളിൽ 2 അടിയോളം ഉയരത്തിൽ എഴുന്നേൽപ്പിച്ചു നിർത്താനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട്. കുതിരത്തല, കുതിരക്കാലുകൾ, ആഭരണയാടകൾ എന്നിവയ്ക്ക് നൂറ്റാണ്ടിന്റെ പഴക്കമാണുള്ളത്. നിർമ്മാണത്തിൽ കാലപ്പഴക്കം ചെന്നവ മാറ്റിയെങ്കിലും ചുറ്റുഗോപുരവും ചിത്രപ്പണി കഴിഞ്ഞ മരത്തിലുള്ള കുതിരത്തലയും ഇന്നും ജീവസുറ്റവയാണ്. കനം കുറഞ്ഞ മുളം തണ്ടുകളിൽ കയർ ചുറ്റി നിർമ്മിച്ച കുതിരയുടെ ആകൃതിക്കുമേൽ പട്ടു ചുറ്റി തുന്നിച്ചേർക്കുന്നതാണ് ആദ്യഘട്ടം. പട്ടു ചുറ്റുന്നതിനുള്ള അവകാശം ദേശത്തെ പെരുവണ്ണാന്മാർക്കാണ്. തലയാട്ടുകയും തല മുകളിലേക്കും താഴേക്കും ചലിക്കുന്ന രീതിയിലുള്ള തിരിക്കുതിരകൾ വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്ക് മാത്രം സ്വന്തമാണ്. മറ്റു ദേശങ്ങളിലെ കുതിരവേലകളിലെ കുതിരകളേക്കാൾ ശില്പചാരുതയും രൂപഭംഗിയും മണിമലർക്കാവിലെ പൊയ്ക്കുതിരകൾക്ക് വേറിട്ടു നിൽക്കുന്നത് പഴയകാല തച്ചുശാസ്ത്രത്തിന്റെ പരിപൂർണത കൊണ്ടും മാത്രമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തിരിക്കുതിരകൾ ശാസ്ത്രമേഖലയിൽ മുന്നിട്ടു നിൽക്കുന്ന പുതുതലമുറയ്ക്ക് മുന്നിൽ ഇന്നും അത്ഭുതം തന്നെയാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഓട്ടോ ടാക്സിയിൽ നിന്ന് തെറിച്ചു വീണ് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. പുത്തൻപീടിക വാളമുക്ക് നെടുന്തടത്ത് വീട്ടിൽ ഷിബിയുടെ മകൻ 6 വയസ്സുകാരൻ ധനുഷാണ് മരിച്ചത്. പഴവിൽ ഗോകുലം സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ്. സ്കൂൾ വിട്ട ശേഷം ഓട്ടോ ടാക്സിയിൽ വീട്ടിലേക്ക് വരുന്നതിനിടെ പെരിങ്ങോട്ടുകര സോമശേഖര നഗറിന് സമീപത്ത് വെച്ചാണ് അപകടം. ഓട്ടോയുടെ വാതിൽ തുറന്ന് വിദ്യാർത്ഥി തെറിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാട്ടൂരിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ കഞ്ചാവ് സഹിതം തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. കാട്ടൂർ പൊന്നങ്ങത്ത് വീട്ടിൽ അക്ഷയ് ആണ് പിടിയിലായത്. ബൈക്കിൽ കടത്തുകയായിരുന്ന 50 ഗ്രാം കഞ്ചാവ് സഹിതമാണ് അക്ഷയ് പിടിയിലായത്. ചെറുപൊതികളാക്കി വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുകയായിരുന്നു പ്രതി. മറ്റൊരു കേസിൽ 25 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിന് പെരിങ്ങോട്ടുകരയിൽ നിന്നും കളത്തിപ്പറമ്പ് വീട്ടിൽ ഇർഫാനെ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ S ഷാജിയും സംഘവും അറസ്റ്റ് ചെയ്തു. പ്രിവന്റീവ് ഓഫീസർ VA ഉമ്മർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അബ്ദുൾ ജബ്ബാർ, V സന്തോഷ്, VM സ്മിബിൻ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. എരുമപ്പെട്ടി മങ്ങാട് മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി കുതിരവേല ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടക്കൽ പറയും നടന്നു. ഉച്ചയ്ക്ക് കോട്ടപ്പുറം ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ തിടമ്പ് എഴുന്നള്ളിച്ചു. മങ്ങാട്ടുകാവ് കുതിരയും വിവിധ ദേശ കമ്മിറ്റികളിലെ കുതിരകളും വിവിധ സമുദായ കുതിരകളും വൈകിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് മേളത്തിന്റെ അകമ്പടിയിൽ നടന്ന കുതിരകളുടെ പ്രദക്ഷിണവും കൂട്ടിയെഴുന്നള്ളിപ്പും ഉത്സവ പ്രേമികളെ ആവേശത്തിലാഴ്ത്തി. നാടൻ കലാരൂപങ്ങൾ കുതിരവേലയ്ക്ക് കൊഴുപ്പേകി. ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രം വലം വെച്ച് കുതിരകൾ ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ മങ്ങാട്ടുകാവ് കുതിരവേലയ്ക്ക് സമാപനമാകും. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും.
near Cable Point, Shankarayar Junction, MG Road, Thrissur. വാർത്തയിലേക്ക്. കാട്ടൂരിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഇതര സംസ്ഥാന തൊഴിലാളികളെ പാർപ്പിക്കുന്ന ക്യാമ്പ് കണ്ടെത്തി. 50-ലധികം തൊഴിലാളികളാണ് ശുചിമുറികൾ പോലുമില്ലാതെ താമസിപ്പിച്ചിരിക്കുന്നത്. ഇവരെ എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കാൻ ഉടമയ്ക്ക് ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകി. മാവേലി സ്റ്റോറിലെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ അശ്രദ്ധമായി വലിച്ചെറിയുന്നതും കത്തിക്കുന്നതുമായി ഉദ്യോഗസ്ഥർ കണ്ടെത്തി. മാലിന്യം ശരിയായി സംസ്കരിക്കാൻ വേണ്ട നടപടിയെടുക്കാൻ കട ഉടമകൾക്ക് ഉദ്യോഗസ്ഥർ കർശന നിർദ്ദേശം നൽകി. ഹെൽത്ത് ഇൻസ്പെക്ടർ ഉമേഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റോയ്, വിൽഫ്രഡ്, രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏനാമാവ് കരുവന്തല ദേവീക്ഷേത്രത്തിൽ കുംഭഭരണി ആഘോഷത്തിന് 10,000-ങ്ങളെത്തി. ക്ഷേത്ര പൂജാകർമ്മങ്ങൾക്ക് തന്ത്രി താമരപ്പള്ളി വടക്കേടത്ത് ദാമോദരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് ആരംഭിച്ച പൂരം എഴുന്നള്ളിപ്പിൽ 6 ഗജവീരന്മാർ അണിനിരന്നു. ഗജവീരൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ കരുവന്തല ഭഗവതിയുടെ തിടമ്പേറ്റി. മേളത്തിന് ചെറുശ്ശേരി കുട്ടന്മാരാരും പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര നന്ദപ്പന്മാരാരും പ്രാമാണികത്വം വഹിച്ചു. ചൊവ്വാഴ്ചയാണ് താഴത്തേക്കാവിൽ വേലയാഘോഷം. പട്ടികജാതി വിഭാഗങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, കേര കർഷകർ എന്നീ വിഭാഗങ്ങളെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അവഗണിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് അംഗങ്ങൾ ഏകദിന ഉപവാസ സമരം നടത്തി. തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നടന്ന സമരം DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഗീതാഗോപി MLA നിരുത്തരവാദിപരമായി പ്രവർത്തനം നടത്തുന്നുവെന്ന് കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു. ഉപവാസ സമരം അവഗണിച്ചാൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുമെന്ന് ജോസ് വള്ളൂർ മുന്നറിയിപ്പ് നൽകി. ഉപവാസ സമരം അനുഷ്ഠിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KJ യദുകൃഷ്ണ, TV ഷൈൻ, PM ശരത് കുമാർ എന്നിവരെ ചടങ്ങിൽ ഷാൾ അണിയിച്ചു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് ചക്രപാണി പുളിക്കൽ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് K ദിലീപ് കുമാർ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി K ഹാറൂൺ റഷീദ്, ER രഞ്ജൻ, CJ അജിത് കുമാർ, PSP നസീർ എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ നാടകങ്ങളുടെ സ്വാധീനം വളരെ വലുതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പറഞ്ഞു. കൊടുങ്ങല്ലൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകനായ അമ്പാടി വേണുവിന്റെ 2 നാടക പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങും സാംസ്കാരിക സമ്മേളനവും കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടുങ്ങല്ലൂർ സംഘവേദി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. സംഗീതാധ്യാപികയും നാടക പ്രവർത്തകയുമായ ഹിമ ഷിൻജോ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ആദ്യകാല നാടക പ്രവർത്തകൻ വേണു പുതോട്ട് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി. PK ചന്ദ്രശേഖരൻ, MN രാമകൃഷ്ണൻ, KK ആബിദ് അലി, M ബിജുകുമാർ, KK വിജയൻ, M രാഗിണി എന്നിവർ സംസാരിച്ചു. ദേശീയപാത 66 പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് സമീപം ടാങ്കർ ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. പിക്കപ്പ് വാനിലെ ഡ്രൈവർ ചെറായി പള്ളിപ്പുറം സ്വദേശി തെന്നിശ്ശേരി വീട്ടിൽ സ്റ്റീഫൻ, ലെനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ 3 പിടിക ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുനമ്പത്ത് നിന്നും കുന്നംകുളത്തേക്ക് മീൻ കയറ്റി പോകുകയായിരുന്ന പിക്കപ്പ് വാനും ടാങ്കർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പിക്കപ്പ് വാൻ പൂർണ്ണമായും തകർന്നു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ BK ഹരിനാരായണന് ആദരം. കക്കാട് വാദ്യകലാക്ഷേത്രം സംഘടിപ്പിച്ച ആദരവ് സമ്മേളനം മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. വാദ്യകലാക്ഷേത്രം സ്ഥാപക പ്രതിനിധി രഘുനന്ദനൻ അധ്യക്ഷനായിരുന്നു. ഗായകൻ P ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പത്മശ്രീ ഡോക്ടർ സുന്ദർ മേനോൻ, നടനും സാഹിത്യകാരനുമായ VK ശ്രീരാമൻ, ഗായകൻ സന്നിധാനന്ദൻ, കക്കാട് രാജപ്പൻ മാരാർ, PI തോമസ്, ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു. ടൗൺഹാളിൽ നടന്ന ആദരവ് സമ്മേളനത്തിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും നിരവധി പേർ എത്തി. എളവള്ളി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആയിരങ്ങളെത്തി. രാവിലെ ക്ഷേത്രത്തിൽ നടന്ന പൂജാകർമ്മങ്ങൾക്ക് മേൽശാന്തി കിളിമംഗലം മനോജ് നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് ആരംഭിച്ച പൂരം എഴുന്നള്ളിപ്പിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. എടക്കളത്തൂർ അർജുനൻ ദേവിയുടെ തിടമ്പേറ്റി. പഞ്ചവാദ്യത്തിന് മലപ്പുറം മോഹനനും സംഘവും, മേളത്തിന് അടാട്ടുകുട്ടനും സംഘവും പ്രാമാണികത്വം വഹിച്ചു. വൈകിട്ട് വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെയും വേലക്കളിയും ഉണ്ടായിരുന്നു. പെരുവല്ലൂർ ശ്രീ കോട്ടുകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം പുനരുദ്ധാരണ ചടങ്ങുകളുടെ ഭാഗമായി ഈ വർഷം ദേശ കമ്മിറ്റികളുടെ വരവ് പൂരങ്ങൾ ഒഴിവാക്കി. ക്ഷേത്ര ചടങ്ങ് മാത്രമായാണ് നടത്തിയത്. ഉച്ചയ്ക്ക് ആരംഭിച്ച പൂരം എഴുന്നള്ളിപ്പിൽ ചിറക്കൽ പത്മനാഭൻ ഭഗവതിയുടെ തിടമ്പേറ്റി. മേളത്തിന് വെള്ളിത്തിരുത്തി ഉണ്ണിനായർ നേതൃത്വം നൽകി. 18 കാവുകളിൽ പ്രസിദ്ധമായ ചിറ്റിശ്ശേരി ചേന്നംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി ആഘോഷിച്ചു. രാവിലെ കേളത്ത് അരവിന്ദാക്ഷമാരാരുടെ പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ കാഴ്ചശീവേലിയും
തുടർന്ന് പ്രസാദ ഊട്ടും നടന്നു. ഉച്ചയ്ക്ക് പരക്കാട്ട് തങ്കപ്പന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ മൂലസ്ഥാനമായ കപ്ലിങ്ങാട്ട് മനയിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 5 ആനകൾ അണിനിരന്നു. എടമുട്ടം പാലപ്പെട്ടിയിൽ ആന ഇടഞ്ഞതിനെ തുടർന്ന് 1.5 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേലയോടനുബന്ധിച്ചുള്ള താലാഘോഷം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഏറ്റുമാനൂർ ശങ്കരൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. ദേശീയപാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ലോറിയിൽ കയറ്റാൻ പാപ്പാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആന ഇടഞ്ഞത്. ലോറി കുത്തി മറിച്ചിടാൻ ശ്രമിച്ച ആന സമീപത്തുണ്ടായിരുന്ന സൈക്കിൾ എടുത്തെറിഞ്ഞു. തുടർന്ന് ദേശീയപാതയിൽ കയറി നിന്ന ആനയെ പാപ്പാന്മാർ ചേർന്ന് തളയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. ഇതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. 1.5 മണിക്കൂറോളം ദേശീയപാതയിൽ കുറുമ്പുകാട്ടി നിന്ന ആനയെ എലിഫന്റ് സ്ക്വാഡ് എത്തി ക്യാപ്ചർ ബെൽറ്റിട്ടാണ് തളച്ചത്. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ആഘോഷിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂക്കാവടികളും പീലിക്കാവടികളും വാദ്യഘോഷത്തോടുകൂടി ക്ഷേത്രത്തിലെത്തി. പാഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ 3 ഗജവീരന്മാരെ എഴുന്നള്ളിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാർത്തികവേല ആഘോഷിക്കും. ഉത്സവാഘോഷങ്ങൾക്ക് ക്ഷേത്രം രക്ഷാധികാരി DS ശങ്കരൻ നമ്പൂതിരിപ്പാട്, വല്ലച്ചിറ ദേവസ്വം ഓഫീസർ രതീഷ്, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ മൂർക്കത്ത്, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി കണ്ണൻ അപ്പോഴത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതുക്കാട് കുറുമാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി വേല മഹോത്സവം ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ദേവി മഹാത്മ്യ പാരായണം, ഭക്തി ഗാനസുധ എന്നിവ നടന്നു. രാവിലെ നടന്ന ശിവേലി എഴുന്നള്ളിപ്പിന് പെരുവനം കുട്ടന്മാരാരും സംഘവും നയിച്ച പഞ്ചാരിമേളം അകമ്പടിയായി. ഉച്ചതിരിഞ്ഞ് നടന്ന പുറത്തേക്ക് എഴുന്നള്ളിപ്പിനും കാഴ്ചശിവേലിക്കും കുനിശ്ശേരി അനിയന്മാരാരും സംഘവും പഞ്ചവാദ്യം അവതരിപ്പിച്ചു. വൈകിട്ട് നന്ദിക്കര മുല്ലയ്ക്കൽ പറയന്റെ പന്തൽ വരവ് ഭക്തിസാന്ദ്രമായി. വിവിധ സമുദായക്കാരുടെ വേലക്കളി, രാത്രി ഇരട്ടത്തായമ്പക എന്നിവ നടന്നു. ബ്രിട്ടീഷ് കൗൺസിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ചേർന്ന ഫുട്ബോൾ പരിശീലകർക്കായി ഗുരുവായൂരിൽ ക്യാമ്പ് ഒരുക്കി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 24 പേരാണ് പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തത്. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിശീലനം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് C സുമേഷ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂരിൽ സ്പോർട്സ് അക്കാദമിയാണ് പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത്. CM ദീപക്, C ക്ലിന്റൺ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ നിയന്ത്രണം വിട്ട ചരക്ക് വാഹനം തലകീഴായി മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചാവക്കാട്ടേക്ക് പോകുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഗൗരീശങ്കർ ജംഗ്ഷൻ പരിസരത്ത് വെച്ച് ട്രാക്ക് തെറ്റിയ വാഹനം ഡിവൈഡറിലിടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തയിലേക്ക്. ഭക്ഷണം ഓർഡർ ചെയ്യാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാൻ വൈകിയെന്നാരോപിച്ച് ഹോട്ടൽ ഉടമയെ 2 അംഗ സംഘം മർദ്ദിച്ചു. ചാവക്കാട് ഓവുങ്ങലിലെ ഹോട്ടൽ ഉടമ കയ്പമംഗലം ഈരഴുത്ത് റിയാസിനെയാണ് മർദ്ദിച്ചത്. മുഖത്തും കാലിലും നെഞ്ചിലും പരിക്കേറ്റ റിയാസിനെ ആദ്യം ഹയാത്ത് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചാവക്കാട് പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. തലക്കോട്ടുകരയിൽ ആൾതാമസമില്ലാത്ത വീട് കത്തിനശിച്ചു. തലക്കോട്ടുകര സ്വദേശി അർജുനന്റെ ഓടുമേഞ്ഞ വീടാണ് ഇന്ന് രാവിലെ കത്തിനശിച്ചത്. വീടിനുള്ളിലെ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. രാവിലെയാണ് വീടിനുള്ളിൽ നിന്ന് തീ കണ്ടത്. നാട്ടുകാരും കുന്നംകുളം ഫയർഫോഴ്സും ചേർന്നാണ് തീയണച്ചത്. ഫയർ ഓഫീസർ വൈശാഖ്, ലീഡിംഗ് ഫയർമാൻമാരായ രതീഷ് ചന്ദ്രൻ, സുജിത്ത്, സൂരജ്, ശിവൻ, അനീഷ്, മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്. മുൻ ത്രിതല പഞ്ചായത്ത് മെമ്പർമാർക്കുള്ള പെൻഷൻ അടക്കമുള്ള അവകാശങ്ങൾ നടപ്പിലാക്കാനായി ഗവൺമെന്റ് തലത്തിൽ രൂപീകരിച്ച ഉപസമിതിയുടെ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്ന് ഓൾ കേരള ഫോർമർ പഞ്ചായത്ത് മെമ്പേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വനിതാ ഫോറം വാർഷിക യോഗം ആവശ്യപ്പെട്ടു. മോളി തോമസ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കരീം പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. VT ആന്റണി, ലിസി ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി നടത്തുന്ന സൗജന്യ കലാപരിശീലനത്തിന്റെ ചേറൂർ ക്ലസ്റ്റർ ഉദ്ഘാടനം ചലച്ചിത്ര താരം ശ്രവണ ഉദ്ഘാടനം ചെയ്തു. ചെറു വായനശാലയിൽ നടന്ന ചടങ്ങിൽ ലൈബ്രറിയൻ ഗീത അധ്യക്ഷത വഹിച്ചു. പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ദിവ്യ രവീന്ദ്രൻ, ജില്ലാ കൺവീനർ CR വർഷ തുടങ്ങിയവർ പങ്കെടുത്തു.
കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് CPMന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നടത്തി. ചേതന യോഗ സ്റ്റഡി സെന്ററിന്റെ സഹകരണത്തോടെയാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. യോഗ പരിശീലിക്കുന്നവരെ ഉൾപ്പെടുത്തി ചേതന യോഗ ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്. ക്ലബ്ബ് രൂപീകരണ യോഗം CPM ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ചേതന യോഗയുടെ കൊടുങ്ങല്ലൂർ ഏരിയ കോർഡിനേറ്റർ KV രാജേഷ് അധ്യക്ഷത വഹിച്ചു. ചേതന യോഗ സ്റ്റഡി സെന്റർ ജില്ലാ സെക്രട്ടറി പ്രശാന്ത്, ചേതന യോഗ കൺവീനർ MS മോഹൻദാസ്, ശ്രീനാരായണപുരം പഞ്ചായത്ത് മെമ്പർ K രഘുനാഥ് എന്നിവർ സംസാരിച്ചു. കടപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭീകരവാദത്തിനും അക്രമരാഷ്ട്രീയത്തിനുമെതിരെ സമാധാന സന്ദേശയാത്ര നടത്തി. വട്ടേക്കാട് സെൻട്രൽ DCC മുൻ പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻ കുട്ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് C മുസ്താഖ് അലിക്ക് പതാക കൈമാറി സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുതുക്കാട് മണ്ഡലം വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. തലോ ബാങ്ക് ഹാളിൽ നടത്തിയ പരിപാടി കേന്ദ്ര കമ്മിറ്റി അംഗം KP സുമതി ഉദ്ഘാടനം ചെയ്തു. കൺവീനർ ഓമന കൃഷ്ണൻകുട്ടി അധ്യക്ഷയായിരുന്നു. CPM കൊടകര ഏരിയ സെക്രട്ടറി TA രാമകൃഷ്ണൻ, NN ദിവാകരൻ, KR വിജയ, AG രാധാമണി എന്നിവർ സംസാരിച്ചു. പുതിയതായി തെരഞ്ഞെടുത്ത യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ഫ്രിജോ വടക്കൂട്ടിന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MM സലീം അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ജോസ്, PA മോഹനൻ, NK കബീർ, TN നമ്പീശൻ എന്നിവർ സംസാരിച്ചു. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ PK ബിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ തുടക്കമായി. പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ നഗരം ചുറ്റി സമാപിച്ചു. ഇടത് നേതാക്കളായ TK വാസു, MN സത്യൻ, K അസീസ്, സീതാ രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന KA തോമസിന്റെ പേരിൽ KA തോമസ് മാസ്റ്റർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം സണ്ണി M കപ്പിക്കാടിന് നൽകി. ഡോക്ടർ സുനിൽ P ഇളയിടം പുരസ്കാര സമർപ്പണം നടത്തി. അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് BR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ പ്രസിഡന്റ് പ്രൊഫസർ കുസുമൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. CR പുരുഷോത്തമൻ, PN ഗോപികൃഷ്ണൻ, US ശശി, PK കിട്ടൻ, KV വസന്തകുമാർ എന്നിവർ സംസാരിച്ചു. വിജ്ഞാനദായിനി സഭയുടെ നേതൃത്വത്തിൽ ചക്കാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ഒരുക്കിയ കുംഭഭരണി മഹോത്സവം ഭക്തി നിർഭരമായി. രാവിലെ ക്ഷേത്രം വക ആറാട്ടുകുളത്തിലേക്ക് ആറാട്ട് എഴുന്നള്ളിപ്പ് നടന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ആറാട്ട് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം തന്ത്രി MN നന്ദകുമാർ കാർമ്മികത്വം വഹിച്ചു. പ്രസാദ ഊട്ട്, താലി സ്വീകരണം, കാഴ്ച ശീവേലി എന്നിവ ഒരുക്കിയിരുന്നു. ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി തലശ്ശേരി ഗ്രാമീണ വായനശാലയിൽ വനിതാ വേദി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് M മഞ്ജുള ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നിഷ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി ALP സ്കൂളിൽ നിന്ന് വിരമിച്ച ഓമന, വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സാമൂഹ്യ പ്രവർത്തക നഫസത്തുൽ മിസ്രിയ, അഖിലേന്ത്യാ തലത്തിൽ നടന്ന ക്രാഫ്റ്റ് മത്സരത്തിൽ വിശ്വകർമ്മ അവാർഡിന് അർഹയായ മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ അസ്ന നസ്രീൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് AIYF പുതുക്കാട് മണ്ഡലം കൺവെൻഷൻ നടത്തി. R സജിലാൽ ഉദ്ഘാടനം ചെയ്തു. VM മനേഷ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ KP രാജേന്ദ്രൻ, VS പ്രിൻസ്, PG മോഹനൻ എന്നിവർ സംസാരിച്ചു. ആമ്പലൂരിൽ നടത്തിയ റോഡ് ഷോ K രാജൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. യുവത തെരുവിലേക്കെന്ന മുദ്രാവാക്യം ഉയർത്തി DYFI പന്നിത്തടം മേഖലാ കമ്മിറ്റി സമരത്തെരുവ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. DYFI മേഖലാ പ്രസിഡന്റ് അനുഷ് C മോഹൻ അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് KR രൂപേഷ്, CPM ഏരിയ അംഗം PS പ്രസാദ്, DYFI ജില്ലാ കമ്മിറ്റി അംഗം CA നിത എന്നിവർ സംസാരിച്ചു. ഊരകം മുസ്ലിം പള്ളിക്ക് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. ഊരകം കിസാൻ കോർണർ മുറ്റിച്ചൂർ വീട്ടിൽ ശരത്തിനാണ് പരിക്കേറ്റത്. ചെയർപാക്സ് പ്രവർത്തകർ ഇയാളെ കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള കലാമണ്ഡലത്തിൽ ആചാര്യ അനുസ്മരണവും പുസ്തക പ്രകാശനവും നടന്നു. കലാമണ്ഡലം വൈസ് ചാൻസലർ TK നാരായണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം രജിസ്ട്രാർ RK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ കലാമണ്ഡലം ഗോപി കുഞ്ചു വാസുദേവൻ നമ്പൂതിരിക്ക് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. വളത്തുൾ വാസന്തി മേനോൻ, MPS നമ്പൂതിരിപ്പാട്, K ശ്രീധരൻ, കലാമണ്ഡലം ഗോപകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടങ്ങോട് മേഖലയിൽ CPM BJP സംഘർഷം. ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ്.
കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി 14-ന് ജില്ലയിൽ. നാഷണൽ ഫിഷർമാൻ പാർലമെന്റിൽ പങ്കെടുക്കാനെത്തുന്ന രാഹുൽ ഗാന്ധിയെ വരവേൽക്കാനൊരുങ്ങി നാട്ടിക. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ചെറുഭരണിക്ക് കൊടികയറി. വേലു വെങ്ങിലശ്ശേരി മണിമലർക്കാവ് കുതിരവേല ആവേശമായി. ഓട്ടോ ടാക്സിയിൽ നിന്നും തെറിച്ചുവീണ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന UKG വിദ്യാർത്ഥി മരിച്ചു. പുത്തൻപീടിക സ്വദേശി ഷിബിയുടെ മകൻ ധനുഷാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.